എല്ലാവരും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു. ഞാനിന്ന് ഫിഗിനെ കൊണ്ടൊരു വറവാണ് ഉണ്ടാക്കുന്നത്. ഫിഗ് എന്ന് പറഞ്ഞാൽ അത്തിപ്പഴം. നാട്ടിൽ ഞാൻ ചെറുതിലൊന്നും കണ്ടിട്ടില്ല, വലുതായപ്പോൾ ഒരു വീട്ടിൽ കണ്ടതാണ്. ഒരു വലിയ പടുമരത്തിൻ്റെ മേലെ അതിൻ്റെ തടീൻ്റെ മേലെ നിറച്ചും കായ്ച്ചു നിൽക്കുന്നത്. ഇവിടെ ഞാൻ കണ്ടിട്ടുള്ളതൊന്നും തടീൻ്റെ മേലെയല്ല, അതിൻ്റെ ബ്രാഞ്ചസിൻ്റെ മേലെ അവിടെ ഇവിടെ ആയിട്ടാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇതൊരു ചട്ടിയിലുണ്ടായിരുന്നത്. അപ്പോൾ ചട്ടിയിൽ നിന്ന് അത് ഞാൻ എടുത്തിട്ട് താഴോട്ട് വെച്ചപ്പം സമയം തെറ്റി കുഴിച്ചിട്ടതുകൊണ്ടായിരിക്കും കായെല്ലാം വിൻ്ററിലേക്കാണ് മൂത്ത് കിടക്കുന്നത്. അപ്പോൾ അതിനി ആവില്ല വിചാരിച്ചിട്ട് ഞാനതൊക്കെ പറിച്ച് ഉപ്പേരി ഉണ്ടാക്കാൻ നോക്കുക, വറവുണ്ടാക്കാൻ നോക്കുകയാണ്. കോഴി വന്നിട്ട് ചെക്ക് ചെയ്യാണ് പറ്റിയതാണോ എന്ന്. പഴുത്തതെല്ലാം കൊത്തി തിന്നും. അപ്പം നെറ്റ് ഇടണം മൂക്കുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ ഈ കോഴിയും പക്ഷികളെല്ലാം കൊണ്ടുപോകും. പഴുത്ത് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിരിക്കും ഇതിൻ്റെ ഫ്ലഷ്. തോലോടുകൂടെ കടിച്ചു തിന്നാം. അകത്തൊരു നല്ല പിങ്ക് ഷെയ്ഡായിരിക്കും, നല്ല സ്മെല്ലും ഉണ്ടാവും. ഇതിപ്പം പഴുക്കാത്ത പോലെ ഉറപ്പായിട്ടുള്ളത് പുറത്ത്. കൊട്ടുമ്പോൾ ഇങ്ങനെ ടക്ക് ടക്കുന്ന സൗണ്ട് വരും. മുറിച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഉണ്ടാവുക. പഴുത്താൽ ആ വെള്ള ഭാഗവും തോലും എല്ലാം ചേർത്ത് കഴിക്കാം. ഒരു ലൈറ്റ് പേർപ്പിൾ പിങ്ക് കളർ വരും അകത്ത്. ഇതിനെല്ലാം ഞാനിപ്പോൾ ഹാഫായി കട്ട് ചെയ്ത് അതിൻ്റെ തോല് ചെത്തിയെടുക്കട്ടെ. ഇതിനൊരു കറ ഉണ്ടാവും. അപ്പോൾ കറ നമ്മളെ വാഴ കായിൻ്റെ കറ, പിന്നെ ചക്കപ്പശയെല്ലാം പോലത്തെ ഒരു മിക്സ്ഡ് ആയിട്ടുള്ളൊരു കറയായിരിക്കും. അപ്പോൾ അതൊക്കെ വരച്ച് കഴുകണം. അപ്പോൾ ഇത് മുറിക്കാൻ കുറച്ച് ടൈം എടുക്കും. ആ തോല് കുറച്ച് ഉറപ്പുണ്ട്, അത് ചെത്തിയെടുക്കട്ടെ. ഫിഗിനെ പറ്റി പറഞ്ഞു കേട്ടിട്ടുള്ള ഇതൊരു ഫ്രൂട്ടല്ല, ഇതൊരു ഫ്ലവറാണ് ആക്ച്വലി എന്നാണ്. ഇതിൻ്റെ അകത്താണ് അതിൻ്റെ ഫ്രൂട്ട് ഉള്ളതെന്നാണ് പറയുന്നത്. അപ്പോൾ ഓരോരോ ഫ്രൂട്ടും മൂത്ത് കഴിയുമ്പം അതിൻ്റെ ഓരോ ഇതും ഫിഗും മൂത്ത് കഴിയുമ്പം അതിൻ്റെ അകത്തൊരു വാസ്പ് കയറിയിട്ട് പോളിനേറ്റ് ചെയ്താൽ അതിൻ്റെ സീഡ്സ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. അതൊന്ന് റിസർച്ച് ചെയ്താളാ, എനിക്ക് അത്ര അറിയില്ല. ഇതാ കണ്ടില്ലേ, ഒട്ടും അതിങ്ങനെ. ഇനി അത് കുറച്ച് കല്ലുപ്പിട്ടിട്ട് വരച്ച് കഴുകണം, കറ പോകാൻ വേണ്ടിയിട്ട്. ഞാനിതൊരു റെസിപ്പി നോക്കിയിട്ട്, ഒരാളെ റെസിപ്പി നോക്കിയാൽ ചെയ്യുന്നത് പറഞ്ഞില്ലേ, അപ്പോൾ അവർ ചെയ്തത് കണ്ടത് വെള്ളത്തിലിട്ടപ്പോൾ തന്നെ അതിങ്ങനെ കറുത്ത് വന്നിട്ടുണ്ട്. ഇതങ്ങനെ ആവുന്നില്ല, ഓരോരോ വെറൈറ്റീൻ്റെ വ്യത്യാസമായിരിക്കും. അത്തിപ്പഴം വേറെ ഏതെങ്കിലും രീതിയിൽ ഉണ്ടാക്കുകയോ കഴിക്കുകയോ ചെയ്തിട്ടുള്ളവരൊന്ന് പറയണേ. ഇതിപ്പോൾ അത്തിപ്പഴത്തിനെ മുറിച്ച് മിക്സിയിലിട്ടു. വേവിച്ചിട്ടൊന്നുമില്ല, പച്ച തന്നെ. അതിനകത്തേക്ക് തേങ്ങയും മഞ്ഞൾപ്പൊടിയും ജീരകം, കായമുളക്, സവാള, സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ തന്നെ. അതിലിട്ട് ഒന്ന് ചതുക്കിയെടുക്കുക. സവാള കുറച്ച് കുനുകുനാന്ന് അരിഞ്ഞാൽ മതി. ഫിഗ് വല്ലാണ്ട് ക്രഷ് ചെയ്യണ്ട, അതൊന്ന് കടിക്കാൻ കിട്ടണം, എന്നാലേ ഒരു ഞാൻ പറഞ്ഞ പോലെ ആ പംകിൻ്റെ ടേസ്റ്റെല്ലാം അറിയുള്ളൂ. ക്രഷായിട്ടുണ്ട്. അത് വെന്തിട്ടുണ്ട്. വെന്ത് കഴിഞ്ഞാൽ ഒന്ന് വറുത്തിട്ടാൽ മതി.
കടുക്, കായമുളക്, കരിവേപ്പില, ഉഴുന്ന് പരിപ്പാണ് സാധാരണ ഇടുക. ഞാനിന്ന് കടുകും കരിവേപ്പിലയും മാത്രമേ ഇടുന്നുള്ളൂ. പറഞ്ഞ പോലെ വലിയ ഡിഷൊന്നുമല്ല, പക്ഷേ ഒരു പുതിയ ഐറ്റം കൊണ്ട് ഒരു ഉപ്പേരി ഉണ്ടാക്കുക. ഫിഗ് എല്ലാവരെയും വീട്ടിലുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ചെറുതിൽ അത്തിപ്പഴം എന്ന് കേട്ടിട്ടേ ഉള്ളൂ, ഇത് കണ്ടിട്ടില്ലായിരുന്നു. അപ്പൊക്കെ അങ്ങനെ ആശിക്കുമായിരുന്നു എന്താണെന്നൊന്ന് അറിയണമായിരുന്നു ഒന്ന്. ഇന്ന് സിമ്പിളായിട്ടൊരു ലഞ്ച്, ചോറും ഈ ഉപ്പേരിയും, പിന്നൊരു അമ്പായങ്ങൻ്റെ അച്ചാറുണ്ടായിരുന്നു. ഒരു വിയറ്റ്നാമീസ് ഷോപ്പിൽ നിന്ന് കിട്ടിയതായിരുന്നു, അത് വീട്ടിൽ കൊണ്ടുവന്ന് അച്ചാറാക്കി. ഇത്തിരി തൈരും ഒരു ഫിഷ് ഫ്രൈയും. എന്നാൽ പിന്നെ ഇതൊന്ന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്ക്, എന്നിട്ട് പറയും. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.